ദേശത്തിൽ നിന്ന് ഒരു വലിയ ഉൽക്ക ഭൂമിയിലേക്ക് പതിക്കാൻ പോകുന്നു. ഇവിടെ എന്താണ് സംഭവിക്കണേ? എന്നപ്പോ പറ്റിയ വലിയ ഉൽക്ക വീണല്ലേ? അതിപ്പോ അടുത്തെത്താനായി. ആ ഉൽക്ക ഭൂമിയുടെ ഏറ്റവും അടുത്തെത്തി. ഇവിടെ വെച്ച് പുതിയ അധ്യായം ഇനി തുടരാൻ പോകുന്നു. ദ ഫ്രണ്ട്സ്. ബ്രേക്കിംഗ് ന്യൂസ്. അപ്പോൾ സിറ്റിയിൽ അങ്ങനെ സോംബിൻ്റെ വിളയാട്ടമാണുള്ളത്. അപ്പോൾ എന്താണെന്ന് സംഭവിച്ചെന്ന് അറിയില്ല. രാത്രി 9 മണിക്കായിരുന്നു നമ്മുടെ സംഭവം നടന്നത്. എന്താണ് നടന്നത്? ഇവിടെ ആർക്കും ഒരു തെളിവും, ഒരു പോലീസിന് പോലും തെളിവ് ലഭിച്ചിട്ടില്ല. ഇനി എന്താ സംഭവിക്കുക? ഇതിപ്പോൾ എന്താണ്ടായേ? എന്തപ്പം സംഭവിച്ചത്? കഴിഞ്ഞ പ്രാവശ്യമല്ലേ ഞാൻ വിമാനത്താവളത്തുനിന്ന് എയർപോർട്ടിൽ നിന്ന് വിമാനം അടിച്ച് മാറ്റിയിട്ട് ജയിലിലായി. ഇതിൻ്റെ ബാക്കിയാണ് കേട്ടോ. എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. ഇത് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത് ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പം ഞാൻ എങ്ങനെ രക്ഷപ്പെടുക? ഈ പൊട്ടൻ പോലീസ് എൻ്റെ അടുത്ത് നിന്ന് ഇത് വാങ്ങിയില്ല, സ്റ്റിക്കി ബോംബ് വാങ്ങിയില്ല. ഇതിങ്ങനെ ഇടട്ടെ. സ്റ്റിക്കി ബോംബ് കൊണ്ട് പൊട്ടിക്കുക. ഓക്കെ, ലെറ്റ്സ് ഗോ. എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു? ഇതെന്താണ് പുറത്ത് ആരെയും കാണില്ല? ഹലോ, ആരുമില്ലേ ഇവിടെ? ഇവിടെ ആരും കാണിയല്ല. എൻ്റെ ഡിഫൻഡർ ഇവിടെ ഉണ്ടായിരുന്നാ? എന്താ ഈ സിറ്റിയത്തെ ആൾക്കാർക്ക് സംഭവിച്ചത്? ഇതെന്താണ് എല്ലാവരും സോംബീസ് അയക്കണ്? ഇതിപ്പോൾ പറ്റൂട്ടാ. എങ്ങനെയെങ്കിലും ഈ സിറ്റിയിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ പണി പാളും. ഈ സിറ്റിക്ക് എന്താ സംഭവിച്ചത്? എന്താണ് ഉണ്ടായത്? ഇന്നലെ രാത്രി ഏത് ഉൽക്ക വീണെന്നൊക്കെയാണ് വാർത്ത കേട്ടത്. എങ്ങനെയെങ്കിലും ഈ സിറ്റിയിൽ നിന്ന് രക്ഷപ്പെടണം, വേഗം പോവുക, അല്ലെങ്കിൽ സോംബീസ് എന്നെ കടിച്ചാലേ ഞാൻ സോംബി ആവും. ഓക്കെ, നമുക്ക് വേഗം പോവാം. ആ സോംബി എന്തൊരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വരുന്നു, വൃത്തിയിട്ട സൗണ്ട്. ഇനി വിമാനം എടുത്തിട്ട് മുങ്ങ, അതാ നല്ലത്. ഇതെന്താ ഈ സാധനം പറക്കാത്തത്? ഇത് വേഗം പറക്ക്. സാധനം പറക്കാത്ത അങ്ങനെ തന്നെയാണ്. പറന്നോട്, വേഗം പറക്ക്. ഭാഗ്യം. ഇനി അവിടുന്ന് എത്താനാണ്. വേറെ സിറ്റിക്കോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വേറെ ഏതോ സിറ്റി പോയിക്കണം, അവിടേക്ക് പോകാൻ നോക്കാം. വിമാനത്തിൻ്റെ ഫ്യൂവൽ എംറ്റി ആയി. ഇപ്പോൾ എൻ്റെ കഥ തീരും. അയ്യോ, ഇത് എങ്ങനെയെങ്കിലും ഇപ്പോൾ സേഫ് ലാൻഡ് ആക്കണമല്ലേ? ഇതിങ്ങനെ തലമറിഞ്ഞ് പോവാണ്. എൻ്റെ അമ്മച്ചി, ഇവിടെ എന്തായാലും ഞാൻ പെട്ടു. ഇനി എങ്ങനെ ഇപ്പം ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുക? അവിടെ എന്തോ കാറ് കാണുന്നുണ്ടല്ലോ, നമുക്കത് എടുക്കാൻ പോവാം. ഏത് മണ്ടനാവോ ഈ കാർ ഇവിടെ വെച്ച്? ഇനി നമുക്ക് കണ്ട് നേരെ പോവാം. ഇനി പക്ഷേ സിറ്റിയിലെത്തുമ്പോൾ ഈ സോംബീസിൻ്റെ പ്രശ്നം നമ്മൾ അനുഭവിക്കും, അത് ഉറപ്പാണ്. എന്നാലിത് ഏത് കാറാവോ എനിക്കറിയില്ല. ഇതിൻ്റെ പേരെന്താണെന്ന് മറന്നുപോയി. എന്തായാലും എന്താണ് നമ്മുടെ സിറ്റിക്ക് സംഭവിച്ചത്? ഈ സോംബീസ് കാരണമാണ് എനിക്ക് തോന്നുന്നത് ഈ സിറ്റിയിലത്തെ എല്ലാ ജനങ്ങളും മരിച്ചെന്ന്. അതെന്തായാലും ഉറപ്പാണ്. നമുക്കൊരു സോംബിനെയാണ് ഇടിക്കുക. എന്നാ പിടിച്ചോ? ഒരുത്തനെ തട്ടിപ്പോൾ ഒരു മനസ്സമാധാനമായി. ഇവന്മാരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. എന്തോ ഒരു ഫോൺ കോൾ വരുന്നുണ്ടല്ലോ, പോലീസാണല്ലോ. നല്ല എടുത്തോക്കാം. ഹലോ, ഫ്രാങ്ക്ലിൻ അല്ലേ? താങ്കൾ എവിടെയാണ്? ഞാനാരാടോ? ഞാന് പോലീസാണ്, അതുകൊണ്ട് മാന്യമായി സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ താങ്കളിപ്പോൾ സേഫാണോ? നിങ്ങളിപ്പോൾ എവിടെയാണ്? സാറേ, അപ്പോൾ എന്താണ് ഇപ്പം ഞാൻ ചെയ്യേണ്ടത്? ഞാൻ സേഫാണ്. ഇവിടെ സിറ്റിയിൽ വെറുതെ ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിക്കുകയാണ്. എന്തായാലും ഞാൻ എന്ത് ചെയ്യാനാണ്? ഫുള്ള് സോംബീസാണ് ഈ സിറ്റി. ഞാൻ എങ്ങനെയെങ്കിലും സേഫാവാൻ നോക്കുകയാണ്. സാറേ, ഈ സോംബീസ് എങ്ങനെ സിറ്റിക്ക് വന്നേ? കാര്യം ഞങ്ങൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ തെളിവ് കിട്ടിയിട്ടില്ല. എന്തായാലും ഞങ്ങൾ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സേഫായി ഇരിക്കട്ടെ. അപ്പോൾ ഈ പരീക്ഷണത്തിനില്ലേ സോംബികളുടെ DNA ആവശ്യമുണ്ട്. അതായത് എന്താ പറയുക, ഒരു ചോര ആവശ്യമുണ്ട്. അപ്പോൾ താങ്കൾ അത് കളക്ട് ചെയ്തുകൊണ്ട് വരണം. 10 ആൾക്കാരുടെ വേണം. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? അപ്പോൾ താങ്കൾ റെഡിയല്ലേ? സോംബീസിനെ കൊല്ലേണ്ടി വരും. റെഡിയാണ് സാറേ. എൻ്റെ അടുത്ത് വെപ്പൺസ് ഉണ്ട്. താങ്കളെ രക്ഷിക്കാനായിട്ട് 1/2 മണിക്കൂറിനുള്ളിൽ ഒരു മഞ്ഞ പ്ലെയിന് നിങ്ങളുടെ എയർപോർട്ടിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ താങ്കൾ എങ്ങനെയെങ്കിലും സേഫ് ആവാൻ നോക്കുക. അത് നോക്കാം സാറേ. ഞാൻ കൊല്ലിയാണ്. ഞാൻ കാണിച്ചു തരാം. ഇവന്മാരെ കുറേ നമ്മളെ ആൾക്കാരൊക്കെ കൊന്ന്. ഇനി ഇവന്മാർ ജീവിച്ചിരിക്കാൻ പാടില്ല.
ഇവരെ ജീവിച്ചിരിക്കണത് ഞാൻ കാണണം. ഓക്കെ, എന്നാ പിടിച്ചോ, എന്നാ പിടിച്ചോ, എല്ലാം വാങ്ങാൻ വാ. എല്ലാത്തിൻ്റെ ഉള്ള മധുരമൊക്കെ എൻ്റെ അടുത്തുണ്ട്, ലഡുവൊക്കെ എൻ്റെ അടുത്തുണ്ട്. എല്ലാവരും വാ. ചോര കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല, ഞാൻ 7 കളക്ട് ചെയ്ത് 3 കൂടിയുള്ളൂ. എന്നാ പിടിച്ചോ. ഇങ്ങനെ ഇതെന്തിനാണ് വെറുതെ വാങ്ങാൻ വരികയാണ്? ഡാ ഇതാരുടെ മാക്കാച്ചി തലയാണ്? ഓ, സമാധാനമായി. അയ്യോ, സമാധാനം പോയി. ഇവന്മാരെ ഞാൻ ഉണ്ടല്ലോ, ഇവന്മാർ കുറേ നേരമായില്ല. എന്നാ പിടിച്ചോ. ഇനി ഈ സിറ്റിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി സോംബീസ് ഉണ്ടാകാൻ പാടില്ല. ഇനി എൻ്റെ വരവാണ്. ഇനി ഉള്ള കാലം ഞാനിവിടെ സുഖമായിട്ട് ജീവിക്കും. പറ്റില്ലെന്ന് എനിക്കറിയാം, ഞാൻ രക്ഷപ്പെടൂട്ടാ. ഇതെന്താണ് ഇത് തീർച്ചു പോകണത്? എന്താടാ കാൽമ സ്പ്രിങ് വെച്ചാണ് തീർച്ചു പോകണതാ? ഇവനെ മാത്രം എന്താ ഇവിടെ എത്തണേ? എന്നെ പ്രത്യേകം ഞാൻ വിളിക്കണം മരിക്കാൻ. ഇന്ന് വിളിച്ചോ? ബെസ്റ്റ്. എടാ എല്ലാം മാറിക്കടാ. ഞാനെന്താണ് നിങ്ങളുടെ അമ്മയാണ്. അംഗനവാടിത്തെ കുട്ടികളെ വിട്ടാൽ അമ്മമാരുടെ അടുത്തേക്ക് വരുന്ന മാതിരിയാണല്ലോ അവർ വരുന്നത്. നമുക്ക് എന്തായാലും എയർപോർട്ടിൻ്റെ അവിടേക്ക് എന്തായാലും പോകണം. അവിടെ നിന്നാണ് പ്ലെയിനും വരിക. അത് ശരിയാവും. അവിടെ സുഖമായിട്ട് കിടക്കണം. എന്ന് പിടിച്ചോ? പറ്റിയില്ല. ബെസ്റ്റ്. അവൻ്റെ സഹോദരനുണ്ട്, അവനെ വിട്ടേക്കാം. ഈ ചേക്കനെ കൊണ്ട് ഉണ്ടല്ലോ എന്ത് പൂർത്തിയേടായി. ഇല്ല, കാർ എടുത്തോണ്ട് പോവാം, അതാ നല്ലത്. ഇവിടെ ഒന്നും മാറിക്കടാ മാക്കാച്ചി തലയന്മാരെ. ഓക്കെ, നമുക്ക് ഇനി എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി. ഇത് എന്താണിത്? ഈ കൺട്രോൾ കിട്ടണിയല്ല. എടാ വേഗം പോ, നമുക്ക് വേഗം പോകണം. ഇതെന്ത് കഷ്ടം. അതിൻ്റെ അടുക്കാണ് ഒരു കുരിപ്പ് വരുന്നത്. എടാ മാറിക്കടാ. ഓക്കെ, ഇനി എയർപോർട്ടിൽ നമുക്ക് പ്ലെയിനിനെ കാത്തിക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ ഉണ്ട് പാർക്ക് ചെയ്യുക. എന്നിട്ട് പ്ലെയിൻ വരുന്ന വരെ കാത്തിക്കണം. 1/2 മണിക്കൂറാവും. അപ്പോൾ എന്തായാലും 8:30 ആയി. ഇനി വരാൻ താമസമില്ലാതെ വരും. അപ്പോൾ നമ്മുടെ പോലീസുകാർ വിളിച്ചിരുന്നു. വിമാനം കുറച്ച് എയർപോർട്ടിൻ്റെ പുറത്താണ് ലാൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടേക്ക് പോകേണ്ടി വരും. സുഹൃത്തുക്കൾ, നമ്മളങ്ങനെ വിമാനത്തിൻ്റെ അടുത്തെത്തിയിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ വിമാനത്തിൽ കയറി ഇഞ്ഞാണ്ട് പോക്കുക. ഓക്കെ, നീ സിറ്റിയൊക്കെയാണ് നാട് വിടുകയാണ്. നീ സിറ്റിക്ക് നമ്മൾ ഇനി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടേ വരുള്ളൂ. സോംബീസിൻ്റെ ഇതൊക്കെ മാറണ്ടേ? നമ്മൾ സിറ്റിൻ്റെ അവസ്ഥ ഒന്ന് നോക്കുക. സോംബീസൊക്കെ ആയിട്ടേ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് ഇങ്ങനെ വിട്ടു പിരിയേണ്ടി വന്നല്ലോ, അതിന് വിഷമമുണ്ട്. എന്നാലും ഇനി നമുക്ക് ഈ സിറ്റിയിൽ നിൽക്കണ്ട. ഇനി നമുക്ക് വേറെ സിറ്റി പോകാം. അവിടെ വേറൊരു സിറ്റി ഉണ്ട്, അവിടെ ചെന്നിട്ട് നമുക്കിനി സുഖമായിട്ട് താമസിക്കാം. പോലീസുകാർക്ക് നന്ദിയുണ്ട് കേട്ടോ. നല്ലൊരു വിമാനം, നല്ല കൺട്രോളുണ്ട്. ആലോചിച്ച് നോക്കുക, നമ്മൾ ജനിച്ച സ്ഥലവും നമ്മൾ പരിചയപ്പെട്ട ആളുകളും അവരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ അപകടത്തിൽപ്പെട്ട് നമുക്ക് താമസിക്കാൻ ഇനി ഇവിടെ വേറെ സ്ഥലമല്ല, സോംബിയാണ്. സ്വന്തം നാട്ടിൽ നിന്ന് വിട്ടു വരികയാണ് തന്നെ വേറൊരു വിഷമാണ്. അത് സഹിച്ചവർക്ക് അതിൻ്റെ വില അറിയും. അത് എനിക്കുണ്ട്. ഇനി എന്താ ചെയ്യാം, എൻ്റെ വിധിയായി പോയില്ലേ. ഇനി നമുക്ക് അടുത്ത സിറ്റിയിലേക്ക് കടക്കാം, അതാണ് നല്ലത്. ഇപ്പം ഇനി പോവാണ്. 1 hour later. സുഹൃത്തുക്കളെ, നമ്മൾ അങ്ങനെ സിറ്റിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഹാപ്പി ലൈഫാണ്. ഇനി നമ്മൾ ഒന്നിനെയും കണ്ട് പേടിക്കണ്ട. ഫസ്റ്റ് ഇത് എപ്പോഴും ഇങ്ങനെ കേട്ടോ, ലാൻഡ് ചെയ്യുമ്പോൾ ഒരു കൺട്രോളും കിട്ടില്ല. അല്ല, എന്നെ ആരെ വീണ്ടും ഫോൺ കോൾ വിളിക്കുന്നത്? പോലീസെ ഒന്ന് എടുത്തൊക്കെ. ഓക്കെ, അതെ, പോലീസ് എന്തിനാ വിളിച്ചേ? നിങ്ങളിപ്പോൾ സേഫ് അല്ലേ? ഫാണ്, താങ്ക്സ് സഹായിച്ചതിന്. കടമയില്ലേ, സുഖമായിട്ട് ജീവിക്കും. നല്ല മനസ്സുള്ള പോലീസ് തന്നെ എന്നെ പിന്നെയും വിളിക്കണേ. നിങ്ങളാരാ? നിന്റെ ചന്ദ്രനാണോ? അല്ല ചന്ദ്ര, നിന്റെ സൗണ്ടിന് എന്തൊരു കരകരപ്പ്. നിന്റെ ചന്ദ്രനല്ലടാ. നീ 1 മാസം മുമ്പ് മരിച്ചതല്ലേ? ചന്ദ്രനായിരുന്നു, പക്ഷെ ഞാൻ ഇപ്പോൾ അല്ല. I can hear the demons call when they do what they do. And now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. I just gotta get through, I just gotta get through. Cause I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. Sometimes I feel like all is lost, but I know it's not true. I wanna put up all my walls, cause I'm not in the mood.